ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ യവനും നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തദിനത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഇഴകളായ ഞങ്ങൾക്ക് അവസരവും പദവിയും തന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. എത്ര പേർ കിട്ടാത്ത ഭാഗ്യം, എത്ര പേർ കിട്ടാത്ത ഈ അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് ഒരുത്തതിനായി നന്ദി പറയുന്നപ്പാ. ലോകത്തിലെമ്പാടും കർത്താവ് അനേകരും ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന ഈ പാലക്കാട് ഞങ്ങൾ ജീവിതത്തിൽ മാറണമെന്ന് പ്രാർത്ഥന കർത്താവേ. അതുപോലെ കർത്താവെ, എത്രയോ പേർ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാതെ, കർത്താവിൻ്റെ മാധുര്യം രുചിച്ചറിയാതെ ഈ ലോകത്തിൻ്റെ മാർഗങ്ങളിൽ കുഴി നടക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ രക്ഷ ഞങ്ങളെ കാട്ടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഹല്ലേലൂയ ആ സ്നേഹം ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് പകരടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് 2-3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. കർത്താവ് ഈ ആലയത്തെ ശുദ്ധീകരിക്കണേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണേ അപ്പാ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അറിഞ്ഞും അറിയാതെ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്, ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വർണ്ണം കർത്താവിൻ്റെ താൽ കർത്താവിനെ കഴുകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെ കർത്താവെ ഒന്ന് വെളുപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹിമം പോലെ കർത്താവിന് വെളുക്കുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളൊന്ന് കഴുകി അതൊന്ന് മനസ്സിലാക്കി ഇന്ന് നീക്കും അതിന് നോ പറയുവാനും കർത്തയുടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ നിത്യതയിൽ കർത്താവ് തടസ്സമായി ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. എല്ലാ കൃപകൾക്കും കൂടെ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ താഴ്ത്തേക്കാണ് സമർപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവ്, ആരാധനയുടെ ആരംഭഘട്ടത്തിൽ കർത്താവിനെ സാന്നിധ്യം ഒന്ന് രുചിച്ചറിയുവാൻ ഇടകളായ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. പകൽക്കാലം ആരോഗ്യത്തോടും കർത്താവെ ബലത്തോടും കർത്താവ് ഇത്രത്തോളം കർത്താവെ ഹല്ലേലൂയ ദൈവമൊക്കെ കടന്നു വരുവാൻ എൻ്റെ ദൈവം ഭാഗ്യമൊരുക്കിയല്ല ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. രോഗികളായിട്ട് കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ ടോബി കർത്താവെ ഭവനത്തിലായിരിക്കുന്നല്ലോ കർത്താവ് പൂർണ്ണ വിടുതൽ സൗഖ്യം നീ കൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, കാലാവസ്ഥയുടെ ക്ലേശങ്ങളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെല്ലാവരും വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അതിജീവിപ്പോൾ ശക്തിയും കൃപയും ബലവും ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും ഞങ്ങളുടെ മേൽ ഒരുക്കുമാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ഇത്രത്തോളം സ്നേഹിച്ച, ഇത്രത്തോളം കരുതിയ കർത്താവിനെ മാനിച്ച ഞങ്ങളെ സ്നേഹിതനെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കും ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾക്കുമായി കർത്താവിന് ഈ പകൽക്കാലങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവനുള്ള കാലത്തോളം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ജീവനുള്ള കാലത്തോളം കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവാനും ഉയർത്തുവാനും ഞങ്ങൾക്ക് ഭാഗ്യവും പദവിയും തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉള്ളിലെ കർത്താവെ പല ഭാരങ്ങളും പല പ്രയാസങ്ങളും പല ചോദ്യചിഹ്നങ്ങളുമായി കർത്താവ് ഞങ്ങൾ ഈ പകൽക്കാലമായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ചോദ്യത്തിനെ കർത്താവെ എക്സ്ക്ലമേഷൻ ആക്കുന്ന കർത്താവിനെ ഞങ്ങൾക്കറിയാം. ആ കർത്താവിൻ്റെ സ്നേഹം, ആ കർത്താവിൻ്റെ അത്ഭുതം ഒരിക്കലും രുചിച്ചറിയുവാൻ എൻ്റെ ദൈവം ഞങ്ങളുടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, നല്ല പാട്ടുകൾ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗം കുറിഞ്ഞു നോക്കുന്നൊരു സന്തോഷം കർത്താവെ, സന്തോഷത്തോടെ കർത്താവ് സ്വർഗം കുറിഞ്ഞു നോക്കുന്ന കർത്താവ് ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തിരുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നല്ല സങ്കീർത്തന പ്രബോധനം തിരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം തൻ്റെ ദാസന്മാരിൽ കൂടെ കർത്താവ് വെളിമ്പി തരുവാൻ സ്വർഗ്ഗ ദൈവമേ ഈ പൽക്കാലം ഭാഗ്യമൊരുക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഈ കർത്താവ് ഈ സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കോമൻട്രിപ്പെടുത്തങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ ലോകത്തിൻ്റെ മാർഗ്ഗങ്ങൾ കർത്താവെ ഒഴുകുമ്പോൾ കർത്താവെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങൾക്ക് കർത്താവിനെ അനേകരെ നേടുവാനും സ്വർഗ്ഗത്തിൽ കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവ് അനേകരെ പേരെഴുതി കാണുന്നവരുമായി ഞങ്ങൾക്ക് ഓരോരുത്തരും മാറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവ് എല്ലാ കൃപകളും നന്ദി പറയുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവ് ഇരിപ്പാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവിൻ്റെ ശക്തിയുടെ മറവിലായിരിക്കാനും ഞങ്ങൾ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിങ്ങൾ നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥനയുടെ വലിയ കൃപ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദിവസത്തിലായിരിക്കാം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ നൽകിയ അവസരത്തിനായ ദൈവത്തെ നന്ദി കരയറ്റാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. വി ഹംബിൾ അവർസെൽവ്സ്. ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, അങ്ങ് ജീവനുള്ള ദൈവമാകണമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രനായി ഈ ഭൂമിയിൽ
ജാതനായതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിച്ചതിനാൽ സ്തോത്രം, ഞങ്ങളെ ക്ഷമിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് വീണ്ടും കർത്താവെ നിത്യജീവൻ്റെ അവകാശികളാക്കി തീർത്തതിനാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽത്ത ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അങ്ങ് ജീവനുള്ള ദൈവത്തെ കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, ജീവനോട് ആയിരിക്കുന്ന ഞങ്ങൾ കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ, അങ്ങ് വാഴുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. താൻ വാഴുകയാൽ ആകുലം ഏകമില്ല എന്ന് ചേർന്ന് പാടുവാൻ തക്കവണ്ണം ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാവിയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പാടാം കർത്താവെ. എത്ര മനോഹരം, എത്ര മാധുര്യം ഈ ജീവിതം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Amen. Hallelujah. Because he lives, I know my future is in safe hands. Hallelujah. ഉറപ്പോടെ തിരുസന്നിധിയിലേക്ക് വന്ന് വീണ്ടും ഈ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, we thank you, Jesus. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതന, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ, എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ, എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതന, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ, എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ, എന്നെ കരുതാൻ. ഞാൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത, എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത, എത്ര ധന്യമേ ഈ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത, എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. അനാഥനല്ല
ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth the living just because He lives. And life is worth the living just because He lives. And life is worth the living just because He lives. Hallelujah പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. അതുകൊണ്ട് ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ആ
ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടി. ആമേൻ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതി. ചേർന്ന് പാടാം. ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ പാടിടാം. ഭുജബലത്താൽ. ആമേൻ. നമ്മളെ നടത്തിയ ഭുജബലത്തിനായി ഓ സ്തോത്രം. ആ ഇമ്പസ്വരത്തിനായി ആമേൻ നയിച്ചതിനായി. ഹല്ലേലൂയ പാടിയിടും ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടി. ഓ സ്തോത്രം. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. സ്തോത്രം. ഹല്ലേലൂയ 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 പാടിടും
ആ ഭുജബലത്താൽ നമ്മളെ നടത്തിയതിനാൽ ഹല്ലേലൂയ. ഞങ്ങളെ അനുദിനം നടത്തുന്ന ആ ഭുജബലത്തിനായ സ്തോത്രം. ഞങ്ങളെ താങ്ങുന്ന, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ആ ബലമുള്ള ഭുജത്തിനായ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓ, ഒരു ആട്ടിടയനെ, നല്ല ആട്ടിടയനെ പോലെ ഹല്ലേലൂയ. ഓ, ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ ഇടയനായ ദൈവം ഹല്ലേലൂയ. ഓ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം നല്ല ഇടയനായ ദൈവം ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ ഇമ്പസ്വരത്തിനായ സ്തോത്രം, അങ്ങയുടെ ഇമ്പസ്വരത്തിനായ സ്തോത്രം. അങ്ങയുടെ കൈ ഇന്നും പ്രവർത്തിക്കുന്നല്ലോ, അങ്ങയുടെ കരം, കാതുകൾ കർത്താവേ മന്ദമായിട്ടില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങയുടെ കരം കുറുകിയിട്ടില്ലല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുദിനം അടിയങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് വീണ്ടും ഇന്ന് പകൽക്കാലം അങ്ങ് സ്തുതിക്കുവാൻ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപര. ഹല്ലേലൂയ. അങ്ങ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് വീണ്ടും എണ്ണി എണ്ണി അങ്ങ് സ്തുതിക്കുവാൻ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ. ഓ, നന്ദി ഉള്ള ഹൃദയത്തോടെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടവനെ, പാറമേൽ എന്നെ നിർത്തിയവനെ, ഹല്ലേലൂയ. ഉന്നത പദവികൾ തന്ന് ഞങ്ങളെ മാനിച്ചവനെ, ഹല്ലേലൂയ. എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വീണ്ടും ഈ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും നമ്മുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി നമുക്ക് ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാപത്തിൽ നിന്ന് നിർത്തിയോനേ. ഉന്നത പദവികൾ ആമേൻ. നല്ല കർത്താവേ, സ്തുതി നിനക്ക്. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ, സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്ക് ആരോഗ്യത്തെയും, കാലുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്ക് ആരോഗ്യത്തെയും, ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ, സ്തുതി നിനക്ക്. ദീർഘായുസ്സും മനസമാധാനവും നൽകിയ ആമേൻ. ഓ, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ, സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ, സ്തുതി നിനക്ക്. ഓ, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഓ എൻ ദൈവമേ, ഓ നന്ദി എൻ യേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ, സ്തുതി നിനക്ക്. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ, സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും ആമേൻ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൃഷ്ടിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും ആമേൻ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. ആമേൻ. സ്തുതിക്കുന്നു ആമേൻ എൻ ദൈവമേ. ഓ നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഓ ഓ എൻ ദൈവമേ. ഓ നന്ദി എൻ യേശുപരാ. ഓ സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. ഓ നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. ആമേൻ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. ഓ സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഓ ഓ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ആമേൻ ആമേൻ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ ഓ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. രാജാതിരാജൻ രാജാതിരാജാവും കർത്താതികർത്ത ദേവാദിദേവനും അവൻ മാത്രമേ. രാജാതിരാജാവും കർത്താതികർത്ത ദേവാദിദേവനും അവൻ മാത്രം. കാലങ്ങൾ മാറിപ്പോയാലും അവനെങ്ങും മാറാത്തവൻ. ആമേൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ
അവനാദ്യൻ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി. ഓ അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളൊരു പാറയെ പിളർ ദാഹം പോകും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളൊരു പാറയെ പിളർ ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ സ്തോത്രം ചന്തമയെന്നും നടത്തും. ഹല്ലേലൂയ. ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ ഓ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ, അവനാദ്യൻ. ഓ സ്തോത്രം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ഉറപ്പോടെ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ ഓ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ഓ കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായും പുതുബലം എന്നിൽ പകരും. ഹല്ലേലൂയ. ബലഹീനനാം തീർന്നാലും പുതുബലം എന്നിൽ പകരും. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. ഓ രാജാതിരാജാവും കർത്താതി കർത്താവ് ദേവാതി ദേവനും അവൻ. യെസ് ആമേൻ. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെങ്ങും മാറാത്തവൻ. ആമേൻ ആമേൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ ഓ അന്ത്യൻ. ഹല്ലേലൂയ. അവൻ ആൽഫ ഒമേഗ, അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. നമ്മെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. ഓ അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ.
ആൽഫ ഒമേഗ, അവൻ ആദ്യൻ, ഓ സ്തോത്രം, അന്ത്യൻ. യേശു ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശു അവൻ ആൽഫ, ഓ യെസ്, ആമേൻ. അവൻ ആൽഫയും അവൻ ഒമേഗയും അവൻ ആദ്യനും അന്ത്യനുമായവൻ, ഓ എന്നും ഒരിക്കലും മാറാത്തവൻ. ഹല്ലേലൂയ. നിത്യനായ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല നമ്മളെ സഹായിപ്പാൻ. ഓ മേഘാരൂഢനായി വരുന്ന കർത്താവ്. ഹല്ലേലൂയ. ഓ ഒമേഗ, അവൻ ആദ്യൻ, ഓ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ, ഓ അന്ത്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ആ ദൈവം നമ്മുടെ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രാജാതി രാജനും കർത്താതി കർത്തനും ദേവാതി ദേവനും അവൻ മാത്രമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. കാലങ്ങൾ മാറിപ്പോയാലും അവൻ ഒരിക്കലും മാറുകയില്ല. ഹല്ലേലൂയ. ഇന്നും എന്നും എന്നേക്കും അനന്യനായവൻ. ഹല്ലേലൂയ. ഓ ജീവനുള്ള ദൈവം, ആ ദൈവത്തിനെ നന്ദി കരേറ്റാം. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മാറായ മാധുര്യമാക്കുന്ന കർത്താവ്. മാറായുടെ അവസ്ഥ വന്നാലും കയ്പിന്റെ അവസ്ഥ വന്നാലും ഹല്ലേലൂയ അവിടെ മധുരമായി തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവസ്ഥകളെ മാറ്റുന്ന ദൈവം. ചിന്താകുളങ്ങളെല്ലാം മാറ്റി നമ്മളെ ഓരോ ദിനം ചന്തമായി ഉചിതമായി നടത്തുവാൻ തക്കവണ്ണം ശക്തനായവൻ. ഹല്ലേലൂയ. ഓ അതിനായ സ്തോത്രം. ആ ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ഒക്കെ ആയിരുന്നപ്പോഴൊക്കെയും ഹല്ലേലൂയ ഏതവസ്ഥയിലായിരുന്നാലും, ഓ സന്താപ വേളയിൽ സന്തോഷ നാളുകളിലൊക്കെയും ഏത് അവസ്ഥയിലായിരുന്നാലും ഹല്ലേലൂയ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നവൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനാൽ ആ കാര്യസ്ഥനെ നമുക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബലഹീന അവസ്ഥകളിലൊക്കെയും നമുക്ക് പുതുബലം നൽകി പുതു ചൈതന്യം നൽകി നമ്മളെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്ന ദൈവം. ആ ദൈവത്തെ ഇന്ന് വീണ്ടും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമാറാകട്ടെ. സങ്കീർത്തനം 146 ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. അതിൻ്റെ ആദ്യത്തെ വാക്യം യഹോവയെ സ്തുതിക്കുവിൻ. അതിൻ്റെ അവസാനത്തെ വാക്യം യഹോവയെ സ്തുതിക്കുവിൻ. യഹോവയെ സ്തുതിക്കുവിൻ എന്ന് ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനവും യഹോവയെ സ്തുതിക്കുവിൻ എന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 146. ഈ സങ്കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ രക്ഷിപ്പാൻ കഴിവുള്ളൊരു ദൈവം എന്നാണ് ഈ സങ്കീർത്തനക്കാർ പറയപ്പെടുന്നത്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായൊരു ഐഡിയ എങ്ങുമില്ല. എങ്കിലും നമുക്ക് അനുമാനിക്കാം, ഈ എഴുത്തിൻ്റെ രീതി വെച്ച് ദാവീദ് തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. 146 സങ്കീർത്തനം പറയപ്പെടുന്നത് ഹല്ലേലൂയ സങ്കീർത്തനം എന്നാണ്. അതായത് നമ്മൾ ടുവേർഡ്സ് എൻഡ് ഓഫ് സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 141 മുതൽ ഇങ്ങനെ താഴോട്ട് 150 വരെയുള്ള സങ്കീർത്തനം നോക്കുകയാണെങ്കിൽ 146 സങ്കീർത്തനം അത് പറയപ്പെടുന്നത് ഹല്ലേലൂയ സങ്കീർത്തനം എന്നാണ്. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ പറയുന്നത് എന്താണ് ഹല്ലേലൂയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും ഒരു വചനം കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ പറയുന്നത് എന്താണ് ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ആർക്കെല്ലാം അറിയാമോ? നമുക്ക് വെളിപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റിവലേഷൻസ് ചാപ്റ്റർ 19, 1 and 2. ആമേൻ, ഹല്ലേലൂയ. അനന്തരം ഞാൻ സ്വർഗ്ഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ദൈവമക്കളെ നമുക്കിത് അറിയത്തില്ലായിരുന്നുവെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു പവർ. ആമേൻ, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് അത് വേറെ ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ ദൈവത്തിനാണ് ആ ഒരു പവർ ഉള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഈ അതിൻ്റെ 2-ാമത്തെ വാക്യം ജീവകാലം അത്രയും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. ഒരു ഭക്തനായ പുരുഷൻ പറയുകയാണ്, ജീവകാലമൊക്കെയും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 1 മുതൽ 5 വരെയും 6 മുതൽ 10 വരെയുള്ള 2 ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു
ഒരു ഒരു നമ്മൾ പറയത്തില്ല ഒരു എന്നാ പറയുന്നത്, ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുന്നതാണ് 1 മുതൽ 5 വാക്യം. അതിൻ്റെ ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് ആ കാര്യത്തിന്, അല്ലെങ്കിൽ ഞാൻ ഐ ആം ഏബിൾ, അങ്ങനെ പറയുന്ന ഒരു വാക്യങ്ങളാണ് 1 തൊട്ട് 5 വരെ. എന്നാൽ 6 മുതൽ 10 വരെ അങ്ങനെ എടുക്കുവാനുള്ള തീരുമാനത്തെക്കുറിച്ചാണ് അവിടെ അറിയപ്പെടുന്നത്. അതായത് 1 മുതൽ 5 വരെ ഞാനൊരു തീരുമാനമെടുത്തു, എന്നാൽ 6 മുതൽ 10 വരെ പറയുന്നത് ആ തീരുമാനമെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനുള്ള, ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തിന് കീർത്തനം ചെയ്യും, അങ്ങനെ പറയുവാനുള്ള കാരണമാണ് 6 മുതൽ 10 വരെ നമ്മൾ കാണുവാൻ പോകുന്നത്. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുത്. നമ്മൾ ഈ വാക്യം സങ്കീർത്തനത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കളിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത ദൈവത്തിലരുത്. ഒരു സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ അവസ്ഥകൾ അല്ലെങ്കിൽ കടന്നുപോയ സാഹചര്യങ്ങൾ കണ്ടിട്ടാണ് എഴുതിയത്. നമ്മൾ പലപ്പോഴും പല സഹായത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പല ഒരു എന്താ പറയുന്ന നമ്മൾ സഹായം അല്ലെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ യാചിക്കും, അല്ലെങ്കിൽ നമ്മളവർ ചോദിക്കും, ഒരു ഒപ്പീനിയന് വേണ്ടി അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പലപ്പോഴും മാനുഷികമായ കൈകൾ ചിലപ്പോൾ താണുപോകും. നമ്മുടെ കൂടപ്പിറപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ, അവർക്കെല്ലാം സഹായിപ്പാൻ കഴിയും എങ്കിൽ പോലും, സഹായിപ്പാൻ കഴിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഒരു ലിമിറ്റേഷനുണ്ട്. അതിനെല്ലാത്തിനും ഒരു എന്താ പറയുന്ന ഒരു അറുതിയുണ്ട്. എന്നാൽ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കാൻ കഴിവുള്ളത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, നമ്മൾ സേവിക്കുന്ന ദൈവം. ആമേൻ. അത് ഏത് സഹായമായാലും അതൊരു കാര്യം മാത്രം. അതുകൊണ്ടാണ് പലപ്പോഴും സങ്കീർത്തനത്തിൽ ഇവർക്കെല്ലാം ഇവർ പലപ്പോഴും പോയി കൈനീട്ടി, ഇവർ പലപ്പോഴും പോയി ആ സാഹചര്യങ്ങളിൽ പോയി കണ്ടപ്പോഴും അവരോർത്തു ഇവർ സഹായിക്കും, മനുഷ്യപുത്രന്മാരെ സഹായിക്കും, മനുഷ്യരെ സഹായിക്കുമെന്ന് കരുതിയപ്പോലും പലപ്പോഴും അവരുടെ എല്ലാം കൈകൾ കുറുകായി പോയിട്ടുണ്ട്. നമ്മളിന്ന് പാടിയതുപോലെ യഹോവയുടെ കണ്ണ് കുറുകിയിട്ടില്ല, അവൻ്റെ കാത് കേൾക്കാതെ വണ്ണം മന്ദമായിട്ടുമില്ല. അതാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നത്. നമ്മൾക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം അവൻ അനാദിയായ ദൈവം. നമ്മൾ പാടിയതുപോലെ അവൻ ആൽഫയും ഒമേഗയുമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഭാഗ്യം എന്ന ദൈവത്തെ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ കാരണം കൂടെ പറയാണ്, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപങ്ങൾ നശിക്കുന്നു. ഹല്ലേലൂയ. ഈ നിരൂപങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേടിയ വിദ്യ, നമ്മൾ നേടിയ പരിജ്ഞാനം, നമ്മൾ നേടിയ പല കാര്യം നോളജ്, അതെല്ലാം അതുകൊണ്ട് തീരുകയാണ്, അല്ലേ? നമ്മൾ PhD എടുക്കുക, ഡോക്ടറേറ്റ് എടുക്കുക, അല്ലെ PDF എടുത്ത് ഇങ്ങനെ പോയി എല്ലാം നോളജ് നേടിക്കഴിയുമ്പോഴും നമുക്ക് അവസാനം ചെന്നെത്തുന്നത് ഈ ബുദ്ധി ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്ന 6 അടി മണ്ണിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും ശാശ്വതമല്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സഭാപ്രസംഗം നമ്മൾ ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രയാസമോ ഭാരമോ ബുദ്ധിമുട്ടുകളോ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിക്സ്, സഭാപ്രസംഗയുടെ പുസ്തകം. അതിന് 3-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. കാരണം നിങ്ങളുടെ അവസ്ഥ ചിലപ്പം ഇപ്പോൾ സന്തോഷമായിരിക്കാം. ദൈവമക്കളെ സംബന്ധിച്ച് ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ദൈവം ഒരു ECG പോലെ, ECG അറിയാമല്ലോ നമുക്ക്, എങ്ങനെ ഗ്രാഫ് പോകുന്ന പോലെ, ഇന്ന് സന്തോഷമാണെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു അല്പം കൂടെ ദൈവത്തെ അടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് ദൈവം തരും. അപ്പോൾ സന്തോഷം കഴിയുമ്പോൾ താഴോട്ട് നമ്മൾ വരും, പിന്നെ താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും താഴോട്ട് പോകും. എന്നാൽ ഇത് ദൈവമക്കളെ സംബന്ധിച്ച് ദൈവമക്കളെ ഇത് എപ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതല്ല. ഇപ്പോൾ ഒരു ജോലിയുടെ വിഷയം, അതൊരു ദുഃഖമാണ്. ചിലപ്പോൾ നാളെ അതൊരു സന്തോഷമായി, ചിലപ്പോൾ അല്ല, ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടെന്ന് ദൈവവചനം നമുക്ക് കാട്ടിത്തന്നെങ്കിൽ ഇപ്പോൾ ഒരു ദുഃഖം നമ്മൾ അനുഭവിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാം നമ്മൾ പ്രാക്ടിക്കലെല്ലാം ചെയ്തു കഴിഞ്ഞു. പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കണ്ണുനീരൊഴുക്കി, രാപ്പകൽ ആരും കാണാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് നാളെ ദൈവം ആ ഗ്രാഫ് പൊങ്ങുവാൻ ഇടയാക്കും. ഹല്ലേലൂയ. അതുപോലെ നമ്മളിപ്പോൾ സന്തോഷം അനുഭവിക്കുകയാണെങ്കിൽ പോലും നാളെ എന്തെങ്കിലും ഒരു ദൈവമക്കൾക്ക് പ്രയാസം, അത് ദൈവത്തോട് അടുക്കുവാനും ആ നിത്യത നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു പരീക്ഷണവും ഇതെല്ലാം നമ്മൾ ദൈവം തരുന്നത്. അതുകൊണ്ട് ഞാൻ ശലോമോൻ പറയുന്നത് എല്ലാം മായയാണ്. ഹല്ലേലൂയ. എല്ലാം മായ. ദൈവമക്കളെ സഭാപ്രസംഗം നമുക്കൊന്ന് വായിക്കാം. 3-ാമത്തെ അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം 11-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ.
കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ വലിയ സംഭവം, നമ്മൾ ഇന്നെല്ലാ ആഴ്ചയിലും പറയും നമ്മൾ ആരാധിക്കുന്ന ദൈവം മഹാദൈവമാണ്. ഇതെല്ലാം പറയുകയും പലപ്പോഴും ഈ ദൈവത്തിൻ്റെ വലിപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയില്ല. നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ മാർക്കോടെ ഇങ്ങനെ പോകും, ദൈവമേ ഇതിങ്ങനെ ചെയ്താൽ ശരിയാവും. പക്ഷേ എന്നാൽ അതുകൊണ്ടാണ് ഈ ജ്ഞാനികൾ ശലോമോൻ തന്നെ പറയുന്നത്, അവർക്ക് ഗ്രഹിപ്പാൻ എല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചേക്കാണ്, എല്ലാം കാട്ടി തന്നിരിക്കുകയാണ്. അതായത് എല്ലാം സൃഷ്ടിച്ച ദൈവം, നമുക്ക് രക്ഷ തന്ന ദൈവം എല്ലാം ഉണ്ടെങ്കിൽ പോലും വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കോടെ പോവുകയാണ്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, ഇതൊന്നും ഗ്രഹിക്കുവാൻ തക്കവണ്ണം മനുഷ്യർക്ക് കഴിയത്തില്ല. ശാശ്വതമായ എല്ലാ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയോട് അവസാനിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ അവസാനം മരണമാണ്. എന്നാൽ മരണത്തിന് അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് ശാശ്വതമായ നിത്യത. ഹല്ലേലൂയ. ആ നിത്യത ചേരുവാൻ വേണ്ടിയാണ് ദൈവമക്കളെ നമ്മൾ ഈ പകൽക്കാലം ആഗ്രഹിക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. അതിന് അഞ്ചാമത്തെ വാക്യം 146 സങ്കീർത്തനത്തിൻ്റെ, യാക്കോബിൻ്റെ ദൈവം സഹായമായി തന്നെ ദൈവമായി യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഇത്രയും പറഞ്ഞതിന് ശേഷം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതായത് എൻ്റെ ജീവകാലം മൊത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കും, എനിക്കുള്ള കാലത്തോളം ഞാൻ സ്തുതിക്കും. നിങ്ങൾ മനുഷ്യൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും വരരുത്. അതിനുശേഷം കാരണം അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ്റെ ബുദ്ധി തിരിയുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് 5-ാമത്തെ വാക്യത്തിൽ, യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായി യഹോവയിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആ പ്രത്യാശ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്ക് ഈ പകൽക്കാലം ഉണ്ടോ എങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിന് 6-ാമത്തെ വാക്യം, ഇനി തുടർന്നുള്ള നമ്മൾ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, ഒരു തീരുമാനമെടുത്തു, ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ഫേസ്. എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തുള്ളത്? അത് ഞാൻ ജസ്റ്റ് പോയിൻ്റായി പറഞ്ഞു, ഞാൻ വേഗം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. സൃഷ്ടാവിനെ കുറിച്ചാണ് പറയുന്നത്, ക്രിയേറ്ററിനെ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ആ ഒരു മഹാസത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു തീരുമാനം എടുക്കുവാനുള്ള കാരണം ഉണ്ടാകുന്നത്. കാരണം ഞാനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു കളിമൺ പാത്രമാണ്. എന്നെ മെനഞ്ഞ ഒരു വലിയൊരു പിതാവ് എവിടെയോ ഉണ്ട്. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ ശക്തി എത്രമാത്രമാണ്, ഗാലക്സിക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ ശക്തി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കാരണം നമ്മൾ ഈ സങ്കീർത്തനം നോക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹല്ലേലൂയ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ദാവീദ് പല കഷ്ടപ്പാടിലൂടെ പോയി, പല പാപത്തിൽ കൂടെയും പോയി, പല യുദ്ധങ്ങൾ, പല ക്ഷാമം, ഭൂകമ്പം, ശരീരക്ലേശം എല്ലാം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഹല്ലേലൂയ എന്ന് വാക്ക് പറയുന്നത്. ആമേൻ. അത് പറയണമെങ്കിൽ ഇതെല്ലാം അനുഭവിച്ച ശേഷം കർത്താവ് ഈ പറഞ്ഞ പോലെ തന്നെ കയറ്റവും ഇറക്കും കണ്ട ഒരു ദാവീദ് തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു സംഭവമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. ആ ഒരു ഉറപ്പാണ് ഈ സംഗീതത്തിൽ കൂടെ നമുക്ക് കാണുവാൻ ഇന്ന് കഴിയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം അതിൻ്റെ പീഡിതർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുടർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതെല്ലാം, അതായത് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഇതെല്ലാം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്ന നിവർത്തുന്ന ദൈവം, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന ദൈവം, ഇതെല്ലാം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കണ്ട ദൈവമക്കളെ എന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. കാരണം ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. ചിലപ്പം പഠനം പറയുന്നത് സുഖമുള്ള കാലത്തും കണ്ണുനീരുള്ള ദേഹത്തും എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഹല്ലേലൂയ. ശക്തിയും രക്ഷയും മഹത്വവും എൻ്റെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയെ എന്നേക്കും വാഴും, സിയോനെ നിൻ്റെ ദൈവം തലമുറയോളം തന്നെ യഹോവയെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. ഈ പലകാലം കർത്താവർക്ക് പറയാൻ കഴിയും, കർത്താവേ എൻ്റെ
സുഖമുള്ള കാലത്തും എൻ്റെ ദുഃഖമുള്ള കാലത്തും എനിക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവ് ഏത് സമയത്തും ഏത് പ്രതികൂല ഘട്ടങ്ങളിലും അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ ഉടനെ ഉത്തരം തരണമെന്നില്ല, എന്നാൽ ഉത്തരം തരുന്നൊരു ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം. അത് കർത്താവ് അതിനു വേണ്ടി, ആ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ ഉള്ള കൃപയും ശക്തിയും ബലവും തരണേ. നമുക്ക് നീ പകൽക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, നിങ്ങൾ നിങ്ങൾക്ക് വായിച്ചതുപോലെ ഹല്ലേലൂയ, ഞാൻ ഉള്ള കാലത്തോളം, എൻ്റെ ജീവനുള്ള കാലത്തോളം യഹോവയെ കീർത്തിക്കുവാനും വർണ്ണിക്കുവാനും കർത്താവ് മഹിമാണ്ട സാക്ഷികളായി കർത്താവിൻ്റെ മുഖത്തെ കാണുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, നിത്യതയാണ് ഞങ്ങളുടെ വലുത്, അതുമാത്രമാണ് ശാശ്വതം. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതുപോലെ ഇതെല്ലാം മായയാണ് കർത്താവെ. കർത്താവെ, ഈ പരദേശിയാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അല്പകാലം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ ഭൂമിയിൽ. എന്നാൽ ആ അല്പകാലം കർത്താവിനെ സേവിച്ചും കർത്താവെ ഹല്ലേലൂയ അങ്ങനെ വേല തികയ്ക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, മഹത്വവും ശക്തിയും പുകഴ്ചയും എൻ്റെ ദൈവത്തിന് മാത്രമുള്ളത്. അത് ദൈവത്തിന് വേണ്ടി മാത്രമാകുവാൻ, ഞങ്ങൾ ഓരോ ജീവിതത്തെയും ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ ഉത്തരം യേശുനാമം തന്നെ. ആമേൻ. ഇപ്പോൾ ഞങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. You have rescued my life. You have rescued my life. And I'm never going back. You have rescued my life. You have rescued my life. And I'm never going back. My response is hallelujah. You're my Redeemer. Hallelujah. My response is hallelujah. You're my Redeemer. Hallelujah. For God so loved the world that he gave his one and only Son. Whoever believed in him will not perish. They will live in eternal life. John 3 verse 16. I have told you all these things so that you may find peace in me. Here on earth you will have many trials and sorrows, but take heart, for I have overcome the world. John 16 verse 33. Early fear the Lord and serve him faithfully with all your heart. For consider what great things he has done for you. Amen. 1 Samuel chapter 12 verse 24. It's a biggie. God created heaven and earth. In the beginning, God created the heaven and earth. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ വിഷയം തന്നെ ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ച വിഷയം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിച്ചു വന്നത് മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും നമ്മൾ ട്രൈ ചെയ്യുമായിരുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളെല്ലാം ബൈബിൾ ആധാരത്തിൽ, ബൈബിൾ ബേസിൽ നമുക്ക് മർക്കോസിനെ കുറിച്ച് എന്തൊക്കെ കാണുവാൻ സാധിക്കും, അതുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത്. ആൻഡ് സം ബേസിക് അസംഷൻസ്. ആമേൻ. ഹല്ലേലൂയ. മൊത്തം നമുക്ക് മർക്കോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മുടെ ബൈബിൾ അധികം കാര്യങ്ങൾ നമുക്ക് തെളിവുകൾ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുകയും ആ ഒരു മർക്കോസിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മർക്കോസ് ആരായിരുന്നു, ആ വ്യക്തിത്വം ആരായിരുന്നു എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ ട്രൈ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഉദ്ദേശ്യം മർക്കോസിൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനും മർക്കോസ് അനുഭവിച്ച ചില
എക്സ്പീരിയൻസസ്, ചില ടെസ്റ്റിമണീസ് നമ്മൾ ഏറ്റെടുക്കുവാനും അത് നമ്മൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയാണ്, ആ ഒരു യത്നമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എവിടെയും പ്രാർത്ഥന വീണ്ടും ചോദിച്ചുകൊള്ളുന്നു. സോ അതിന് മുന്നോട്ട് പോകുന്നതിന് മുൻപാകെ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്ക് നമ്മുടെ ആയിരുന്നു, നമുക്ക് മർക്കോസ് 14:51-52 നമ്മൾ വായിച്ചു. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 51 and 52. ആമേൻ, ഹല്ലേലൂയ. അന്നേരം ഇത് ഈ ബാല്യക്കാരനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. അന്നേരം ഈ ബാല്യക്കാരൻ ആരായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അസംഷൻ വെച്ച് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മർക്കോസ് ആകാനുള്ള ചാൻസ് ആണ്, മർക്കോസ് ആണ് പോസിബിലിറ്റി, അല്ലേ? അന്നേരം മർക്കോസ് അത് ആയിരുന്നെങ്കിൽ അവിടെ ആ ഗതസമന തോട്ടത്തിൽ ആ അവസ്ഥയിൽ ആ യവനക്കാരൻ ആ അവസ്ഥയിൽ എന്തുകൊണ്ട് അവിടെ എത്തി, അതാണ് നമ്മളൊന്ന് ഒരു പസിൽ സോൾവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ. സോ അതിനുവേണ്ടി നമ്മൾ മർക്കോസിൻ്റെ ഹിസ്റ്ററി, ഈ ബൈബിളിൽ എന്തൊക്കെ മർക്കോസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള ആ തെളിവുകൾ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്തായിരുന്നു. 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർമ്മിപ്പിക്കാം. ഒന്ന്, നമ്മൾ ചിന്തിച്ചായിരുന്നു മർക്കോസിൻ്റെ ഭവനത്തിലാണ് എന്നുള്ള തെളിവുകളിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമ്മൾ പഠിച്ചാൽ ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ബൈബിളിൻ്റെ പുറത്ത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുണ്ട്. അവരുടെ ചരിത്രത്തിലും ലോക്കൽ ട്രഡീഷൻസിലും എല്ലാം സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴം നടന്ന സംഭവം അത് ഇതേ മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവിടെ തന്നെ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നേരം ഈ മർക്കോസിൻ്റെ വീട് ഒരു സമ്പന്നനായ ഒരു കുടുംബമായിരുന്നു. അവരുടെ വലിയൊരു വീട് എന്ന് പറഞ്ഞാൽ മാളിക മുറി എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്, അത്രയും വലിയ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം വലിയൊരു വീട് ഉള്ള ഒരു സമ്പന്നനായ വ്യക്തിത്വം, ഒരു കുടുംബത്തിലെ ഒരു മകനാണ് ഈ മർക്കോസ്. അന്നേരം മർക്കോസിൻ്റെ പേര് നമ്മൾ വായിച്ചായിരുന്നു, ജോൺ മാർക്ക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ മറിയം എന്ന് പറഞ്ഞ ആ വിധവയായ ഒരു സ്ത്രീ, അവരുടെയാണ് ഈ വീടും എല്ലാം യെരുശലേമിൻ്റെ അവരുടെ ഈ ഭവനമുണ്ട്. ഈ ഭവനത്തിലാണ് മർക്കോസിൻ്റെ മാളിക മുറി നമ്മൾ പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യമായിട്ട് അഭിഷേകം നടക്കുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ബർന്നബാസിൻ്റെ കസിനായിരുന്നു. കസിനായിരുന്നപ്പോൾ ബർന്നബാസ് ആരായിരുന്നു? ലേവി ഗോത്രത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അന്നേരം ലേവി ഗോത്രത്തിലെ വ്യക്തികൾ എന്തുവാ ചെയ്യുന്നത്, അവരുടെ അതൊരു അസംഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ലേവി ഗോത്രത്തിലെ വ്യക്തി ആയിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്, നമ്മളത് ബൈബിളിൽ കൂടെ കണ്ടു, അത് ഫാക്റ്റാണ്. എന്നാൽ ചില അസംഷൻ നമ്മൾ ചെയ്തതാണ്. ലേവി ആണെങ്കിൽ ഗമാലിയലിൻ്റെ പാഠപീഠത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റബ്ബിമാരുടെ അടുത്ത് പോയി പഠിച്ചു കാണും. അതിൻ്റെ എവിഡൻസ് ആയിട്ട്, അതിൻ്റെ അസംഷനായിട്ട് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ശൗലിനെ നല്ലവണ്ണം അറിയാം. തർശൂഷുകാരൻ ശൗലിനെ, അദ്ദേഹത്തിന് ബർന്നബാസിന് നല്ല പരിചയമുണ്ട്. ബർന്നബാസ് ആണ് ഈ പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ പത്രോസും മറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഹി നോസ് വെരി വെൽ ആൻഡ് അവർ തമ്മിൽ നല്ല പരിചയമുണ്ട്. അതുമാത്രമല്ല ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, മിഷണറി വർക്കിന് പോകുമ്പോൾ പൗലോസിൻ്റെ മിഷണറി വർക്കിൻ്റെ കൂടെ ആദ്യ മിഷണറി വർക്കിലൊക്കെ ബർന്നബാസ് കൂടെ പോയിട്ടുണ്ട്. നമ്മളിതെല്ലാം ബൈബിളിൽ നമ്മൾ വചനമെടുത്ത് വാക്യങ്ങൾ വായിച്ചിരുന്നു. ഓക്കെ, സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചായിരുന്നു ഈ യാത്രയിൽ ബർന്നബാസിൻ്റെ കസിനായ മച്ചുന്നനായ ജോൺ മാർക്ക് ഇവരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ പോയെന്നുള്ള കാര്യങ്ങളും വചനക്കുത്തിൽ കൂടെ ഫാക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അല്ലേ? ഇതെല്ലാം നമ്മൾ ഫാക്റ്റാണ് കണ്ടുപിടിച്ചത്. ചെറിയ ബേസിക് അസംഷൻ ഞാൻ പറഞ്ഞു, അത് ഞാൻ അസംഷനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഫാക്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ഫാക്റ്റാണ്, ബൈബിളിൽ എഴുതിയിരുന്ന കാര്യങ്ങളാണ്. മിഷൻ യാത്രയ്ക്ക് പോയപ്പം പകുതി വഴിക്ക് മിഷൻ യാത്ര വിട്ടിട്ട് മർക്കോസ് തിരിച്ച് വീട്ടിൽ മടങ്ങിപ്പോയി. അതിന് ചില അസംഷൻ നമ്മൾ ചിന്തിച്ചായിരുന്നു, എന്തായിരിക്കും അതിന് കാരണം നമ്മൾ ബേസിക്കലി ചിന്തിച്ചായിരുന്നു. അതാണോ അല്ലയോ നമ്മുടെ വിഷയമല്ല, തിരിച്ച് പോയെന്നുള്ളതാണ് വിഷയം. എന്നാൽ അത് പോയതുകൊണ്ട് അവിടെ എന്ത് നടന്നു? തുടർന്ന് വരുന്ന മിഷണറി ട്രിപ്പിൽ വേണ്ടി അവർ തുടങ്ങിയപ്പോൾ ബർന്നബാസും പൗലോസും മധ്യത്തിൽ ഒരു വലിയൊരു തർക്കം അവിടെ ഉണ്ടാവാനിടയായി. മർക്കോസ് മുഖാന്തരം, മർക്കോസിൻ്റെ കാരണത്താൽ അവിടെ അവരുടെ മധ്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുവാനും പൗലോസ് പറഞ്ഞു, ഞാൻ ഏത് വശാലും ഇവനെ കൂട്ടിക്കൊണ്ടുപോകത്തില്ല എന്ന് അവർ തീർത്ത് പൗലോസ് പറയുകയും ചെയ്തു. അത് മുഖാന്തരം അവർ ബർന്നബാസും പൗലോസും വേറെ വേറെ മിഷൻ യാത്രയ്ക്ക് പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ മർക്കോസിൻ്റെ കാരണത്താൽ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുവാൻ
ഇവർ രണ്ടുപേരും അവിടെ ഇടയായി. അത്ര നമുക്ക് മനസ്സിലായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് വശാലും ഞാൻ കൊണ്ടുപോകത്തില്ല, എൻ്റെ കൂടെ മിഷൻ ട്രിപ്പിന് ഞാൻ ഇവനെ കൊണ്ടുപോകത്തില്ല, ഞാൻ നിൻ്റെ വേറെ വേറെ പോകാമെന്നുള്ള ആ തീരുമാനം വരെ എത്താനുള്ള കഠിനമായ ആ ഒരു കടുത്ത ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ആ സാഹചര്യം വന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് നമ്മൾ വായിച്ചായിരുന്നു, അതേ പൗലൂസ് പല ലേഖനങ്ങളിൽ എന്തുവാണ് 2-3 നമ്മൾ എടുത്തല്ലോ അല്ലേ, അവിടെ എല്ലാം മർക്കോസിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു. മർക്കോസിന് വന്ദനം, മർക്കോസിൻ്റെ വകയിൽ നിന്ന് വന്ദനം, അല്ലെങ്കിൽ മർക്കോസിന് ഗ്രീറ്റിങ്സ് പറയണം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പിന്നെ ചിലടത്ത് പറയുന്നു, എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം, അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ളവനാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അന്നേരം ഈ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യം ഈ യൗവനക്കാരനായ, അധികം പരിചയമൊന്നുമില്ലാത്ത, അധികം മെച്ചോറിറ്റി ഒന്നും ഇല്ലാത്ത, അധികം നോളജ് ഒന്നും ഇല്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ മർക്കോസ് ഇത് മിഷൻ വർക്ക് ഇടയ്ക്ക് വേണ്ടി വിട്ടുപോയപ്പോൾ ഷൗൽ അല്ലെങ്കിൽ നമ്മുടെ പൗലൂസ് സ്ട്രിക്റ്റ് ഡിസിഷൻ എടുത്ത് അതേ പൗലൂസ് മർക്കോസിനെ വീണ്ടും റിസീവ് ചെയ്യുവാനും അക്സെപ്റ്റ് ചെയ്യുവാനും തക്ക കാരണം എന്തോ ആയിത്തീർന്നു. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തിൽ, ആ മനുഷ്യനിൽ, ജോൺ മാർക്കിൻ്റെ ജീവിതത്തിൽ ഏതോ വ്യത്യാസങ്ങൾ വന്നു. അവൻ ആ മെച്യൂരിറ്റിയിലേക്ക് കടന്നു വന്നു. അവനൊരു നല്ല ഗുണമുള്ള, പ്രയോജനമുള്ള, ഏറ്റവും പ്രയോജനമുള്ള വ്യക്തിയാണെന്ന് പൗലൂസിൻ്റെ തന്നെ വായിൽ നിന്ന് പറയുവാൻ തക്കവണ്ണം അവിടെ ഇടയായി. ആമേൻ, ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഈ ദിവസം ചിന്തിക്കാൻ പോവുകയാണ്. സോ നമ്മുടെ ചിന്താ വിഷയം ഇന്നത്തെ ഇതാണ്. നമ്മളിത് തുടർന്ന് അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പിടികിട്ടി. ഇത് അന്നേരം ഏകദേശം ഒരു 12 വർഷത്തെ കാലഘട്ടമാണ് ഈ മർക്കോസിനെ പൗലോസ് വിലക്കുകയും മർക്കോസിനെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഈ ലേഖനങ്ങൾ എഴുതുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ, പൗലോസ് തിമത്യോസിന് എഴുതുന്നു. പൗലോസ് ആർക്കായിരുന്നു? ഫിലേമോൻ എഴുതി. പിന്നെ നമ്മൾ വായിച്ചല്ലോ പൗലോസ് ആരായിരുന്നു? കുലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ എഴുതിയിരുന്നത്. ഈ ലേഖനങ്ങളിലെല്ലാം പൗലോസ് ഇത് എഴുതുമ്പോൾ അവിടെ മർക്കോസിനെ വെൽക്കം ചെയ്യുവാനും മർക്കോസിൻ്റെ വകയായിട്ട് ഗ്രീറ്റിങ്സും മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അന്നേരം ഈ 2 ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഇടയ്ക്ക് ഏകദേശം റഫ്ലി ഒരു 12 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. അന്നേരം ഈ 12 വർഷത്തിൽ എന്തുവാണ് സംഭവിച്ചത്? ഈ മർക്കോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ രൂപാന്തരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വ്യക്തിത്വത്തിൽ നിന്ന്, മെച്യൂരിറ്റി ഇല്ലാത്ത ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി തീരുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ, നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് അതിൻ്റെ 5 അധ്യായം അതിൻ്റെ 13 വാക്യം. 1 Peter chapter 5 verse 13. First Peter 5:13. മതി. അന്നേരം ഇവിടെ മർക്കോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ, പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ഇവിടെ മർക്കോസിൻ്റെ വകയായിട്ട് വന്ദനം ചൊല്ലുന്നു അല്ലേ. എൻ്റെ മകനായ 2 കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, എൻ്റെ മകനെന്ന് ആരാണ് പറയുന്നത്? പത്രോസ് അവിടെ പറയുന്നുണ്ട്. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മർക്കോസിനെ കുറിച്ച്. അന്നേരം ഈ ലേഖനം എഴുതുമ്പോൾ, പത്രോസ് ലേഖനം എഴുതുമ്പോൾ, 1, 2, 3 ലേഖനം ഉണ്ടല്ലോ. അന്നേരം ഈ ലേഖനം എഴുതുമ്പോൾ കൂടെ ആരുണ്ട്? മർക്കോസ് ഉണ്ട്. മർക്കോസിൻ്റെ വകയിൽ നിന്നും നിങ്ങൾക്ക് വന്ദനമായിരിക്കട്ടെ എന്ന് അവിടെ പത്രോസ് പറയുകയാണ്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടല്ലോ. അന്നേരം അതിൻ്റെ അർത്ഥം ഈ പത്രോസ് ആരാണ്? പത്രോസ് ഈ മർക്കോസിനെ ഒരു മകനായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മകന് തുല്യമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കും. മോനെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. മോനാണെന്നല്ല അതിൻ്റെ അർത്ഥം, മകനാണെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കറിയാമല്ലോ പത്രോസ് ആരായിരുന്നു? മീൻപിടുത്തക്കാരനായിരുന്നു, സാധാരണ മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ, മർക്കോസിനെ കുറിച്ച് ചിന്തിച്ചല്ലോ. നല്ല പണവും വെൽത്തി ഒക്കെ ഉള്ള നല്ല മനുഷ്യനായിരുന്നു, ലേവ്യ ഗോത്രത്തിലെ മനുഷ്യനാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ ഫാദർ എൻ്റെ മകനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? എൻ്റെ സ്പിരിച്വൽ സണ്ണാണ്. ആമേൻ, എൻ്റെ ആത്മീക പുത്രനാണെന്നുള്ള രീതിയിലാണ് ഇവിടെ മർക്കോസിനെ കുറിച്ച് പത്രോസ് ഇവിടെ പറയുന്നത്. അന്നേരം നമുക്കിവിടെ കാണുവാൻ സാധിക്കും, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, തുടർന്നുള്ള കാലത്തിൽ ബർന്നബാസും പൗലോസും സ്പ്ലിറ്റായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, പൗലോസ് ശീലാസിനെ കൂടെ കൊണ്ടുപോയി തൻ്റെ യാത്രയ്ക്ക് പോയി. എന്നാൽ
ബർണബാസ് എന്തോ ചെയ്തു, മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇവർ പോയി പല വേറെ വേറെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പത്രോസിനെ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിൻ്റെ എവിഡൻസ് എന്തുവാണ്? പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ എന്തുവാണ്, അവിടുന്ന് ചങ്ങല പൊട്ടിയ ബന്ധിതരെല്ലാം മോചിതരായി അവിടുന്ന് വന്ന് രാത്രി രാമങ്ങളിൽ വന്ന് ആദ്യം കതവ് മുട്ടിയ എവിടെയാണ്? മർക്കോസിൻ്റെ വീട്ടിലാണ് അല്ലേ? മർക്കോസിൻ്റെ വീട്ടിൽ കതവ് മുട്ടിയപ്പോഴാണ് അവിടുന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഡയറക്റ്റ് വരുമ്പോൾ ആദ്യം വരുന്ന വീടാരാ? മർക്കോസിൻ്റെ ഈ വീടാണ്. ഈ വീട്ടിൽ വാതിൽ തുറക്കുമ്പോൾ അവിടെ റോദ വന്ന് കതവ് തുറക്കും. ഇതെല്ലാം നമുക്കറിയാമല്ലോ അല്ലേ? അന്നേരം ഈ പത്രോസിന് ഈ ഫാമിലിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ വന്ന് പോകുന്നു, ഇവരുമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു ബന്ധമുള്ളപ്പോൾ ഇവനെ ഇവിടുത്തെ വീട്ടിലെ മോനെ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ പത്രോസും എന്തോ ചെയ്തു, തുടർന്ന് യാത്രകൾ ചെയ്തു. പത്രോസും തൻ്റെ മിഷൻ വർക്ക് ചെയ്യുവാൻ ആരംഭിച്ചു അല്ലേ? അന്നേരം ഈ ബർണബാസിൻ്റെ കൂടെ പോയ ആരാണ്? മർക്കോസ്. തുടർന്ന് പത്രോസിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. അന്നേരം ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇത് മർക്കോസ് ആരുണ്ട്? പത്രോസിൻ്റെ കൂടെ ഉണ്ട്. അന്നേരം ഈ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി ഈ കാര്യം തെളിവായിട്ട് പറയുന്നത് ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. പക്ഷേ തെളിവായിട്ട് പറയുന്നത് പല നമുക്ക് ഹിസ്റ്റോറിയൻസിൻ്റെ അക്കൗണ്ടുണ്ട്. ഞാൻ കുറച്ച് പേരുകൾ പറയാം. പാപ്പിയാസ്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഐറേനിയോസ്, ജെറോമി, ഇവരൊക്കെ ആൾക്കാർ ഹിസ്റ്ററി എഴുതുന്ന ആൾക്കാരാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവങ്ങൾ പകർത്തി എഴുതുന്ന ഹിസ്റ്റോറിയൻസ് ആണ്. ഇവരെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്നേരം ഇവരെല്ലാം ഓരോ സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദിനം വൃത്താന്തം പോലെ എന്ന് പറഞ്ഞാൽ ക്രോണിക്കിൾസ് എഴുതുന്ന പോലെ ഇവർ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു AD 60 to 64 വരെ ആ സമയങ്ങളിൽ ആരായിരുന്നു? ജോൺ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ് പത്രോസിൻ്റെ കൂടെ റോമിൽ പ്രവർത്തിച്ചിരുന്നു. ആമേൻ, ഹല്ലേലൂയ. റോമിൽ അവിടെ പോയി അവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടെ സുവിശേഷം അറിയിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് നമുക്ക് പത്രോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പത്രോസ് എന്തുമായിരുന്നു? ഒരു സാധാരണ മനുഷ്യൻ, വലിയ വിദ്യാഭ്യാസവും പഠിത്തവും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് അല്ലേ? അദ്ദേഹത്തിന് ഒരു ലേഖനം എഴുതാനും അല്ലെങ്കിൽ ഒരു സുവിശേഷം എഴുതാനും ഉള്ള ഒരു യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. ബിക്കോസ് അത്ര പഠിത്തമൊന്നും ഇല്ല. ഹി ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ് അല്ലേ? സാധാരണ മുക്കുവനാണ്, ഒരു മീൻപിടുത്തക്കാരനാണ്. എന്നാൽ അങ്ങനെയുള്ളവരുടെ കൂടെ ആരാ പോകുന്നത്? സഹായകനായിട്ട് പോയത് ആരാണ്? മർക്കോസാണ്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പം പിടികിട്ടിയല്ലോ. മർക്കോസിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചായിരുന്നു ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, സംതിങ് ടു ഗോ ആസ് എൻ അസിസ്റ്റൻറ്റ്. ഇവർ ബർണബാസിൻ്റെയും പൗലോസിൻ്റെയും കൂടെ പോയിട്ടുണ്ട്. അതിനർത്ഥം പോകാൻ തക്കവണ്ണമുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഈ മർക്കോസിനുണ്ട് അല്ലേ? അതല്ലേ പോയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചായിരുന്നു എന്തുമായിരിക്കും അതിൻ്റെ ഉദ്ദേശം. ചിലപ്പം ട്രാൻസ്ലേഷൻ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഉള്ള ആ ടീമായിട്ട് പോകുമ്പോൾ മർക്കോസ് എന്ത് ചെയ്തു? പത്രോസിൻ്റെ കൂടെ പോയി ഈ സുവിശേഷം ചെയ്യുവാൻ പോയി. എന്നാൽ ഈ സുവിശേഷം ചെയ്യാൻ പോകുമ്പോൾ ഈ മർക്കോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. എന്തുമായിരുന്നു? നമുക്കറിയാം, ഒരു റിജക്ഷൻ. എന്തുവാണ്? പൗലോസ് ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ റിജക്ഷൻ നേരിട്ടുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ മിഷനറി വർക്ക് ചെയ്യാൻ വേണ്ടി ഈ മർക്കോസ് പോകുന്നത്. മർക്കോസ് ഇത്രയും ഉദ്ദേശിച്ച് കാണത്തില്ല ഇത്രയും കടുത്തമായിട്ട് ഈ പൗലോസ് പറയുമെന്ന്. പൗലോസ് എന്നെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എന്നെ അത്രമാത്രം വിലക്കുമെന്നുള്ള ആ ഒരു ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല. പക്ഷെ അങ്ങനെ നടന്നപ്പോൾ അത് മർക്കോസിന് എന്തുവാണ്? വലിയൊരു സെറ്റ് ബാക്ക്, ഒരു വലിയൊരു മോശമായിട്ടുള്ള കാര്യമായിപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഹർട്ടായി കാണും അല്ലേ? ഞാൻ ഇത്രയും ഇവരുടെ കൂടെ പോയിട്ടും ഇവരുടെ കൂടെ ഞാൻ മിഷന് വേണ്ടി പോയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ വേണ്ടെന്ന് വെച്ചല്ലോ, എന്നെ റിജക്റ്റ് ചെയ്തല്ലോ. അതൊരു വലിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമാണ് അല്ലേ? അങ്ങനെ ഇരിക്കയോളം ആ ഒരു കാര്യം മനസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തുടർന്ന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയപ്പോഴൊക്കെയും ഇതെന്തുവാണ്? പത്രോസ് സാധാരണമായിട്ട് മനുഷ്യൻ, അവരോട് ഇടപെടാനും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഈസിയാണ്. പൗലോസിൻ്റെ അത്ര കഠിനമായിട്ടുള്ള വ്യക്തിയല്ല, പൗലോസിൻ്റെ അത്ര സ്ട്രിക്റ്റ് അല്ല. അദ്ദേഹത്തോട് സംസാരിക്കുവാൻ സാധാരണ ഭാഷയിൽ സാധാരണ മനുഷ്യനോട് സംസാരിക്കാനും ഇടപെടാനും എല്ലാം സ്വാധീനമുണ്ട് അല്ലേ? മർക്കോസിന് സ്വാധീനമുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ എന്തുവാണ്? ഇവർ രണ്ടുപേരും ഈ പത്രോസാണ് ആക്ച്വലി മർക്കോസിൻ്റെ മെൻറ്ററായി മാറുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്ന വ്യക്തി നല്ലവണ്ണം അറിയാവുന്ന പോലെ ഇതേ യേശു കർത്താവ് ഇങ്ങനെ ചെയ്തു, പിന്നത്തേതിൽ ഇത് ചെയ്തു, അത് ചെയ്തു. പക്ഷേ എഴുതിയ ആരെ? മർക്കോസാണ്. മർക്കോസ് യേശു കർത്താവിൻ്റെ കൂടെ പോയി ഈ കാര്യങ്ങൾ കണ്ടു കാണുമോ? അതിനൊരു ചാൻസ് ഇല്ല അല്ലേ?
ശിഷ്യനായ അല്ലായിരുന്നു, 12 ശിഷ്യന്മാരിലല്ലായിരുന്നു, അങ്ങനെയൊന്നുമില്ല. ചിലപ്പം കേൾവിയിൽ നിന്നൊക്കെ കേട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് വേണമെങ്കിൽ എഴുതിയാന്ന് നമുക്ക് പറയാം. പക്ഷേ അതുമല്ല. ബിക്കോസ് അത്ര അക്യുറേറ്റ് ആയിട്ട് ആ പറയുന്ന ഡയലോഗ് എല്ലാം അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു നേരിട്ട് ഒരു ദൃക്സാക്ഷി എഴുതുന്ന പോലെ ഇവിടെ നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അന്നേരം ഈ സുവിശേഷം എഴുതുവാൻ തക്കവണ്ണം ആ ദൃക്സാക്ഷി ആരായിരുന്നു? പത്രോസ് ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അന്നേരം പത്രോസ് നമുക്കറിയാമല്ലോ, നേരത്തെ സാധാരണ മനുഷ്യനായ ആ ഒരു മനുഷ്യനെ ഈ രൂപാന്തരണം പ്രാപിച്ചപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടാണ്. അതിന് മുൻപാകെ അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, നമുക്കെല്ലാം അറിയാം. അന്നേരം പത്രോസ് മേ ബി മർക്കോസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ചിന്തിച്ചല്ലോ, കർത്താവിൻ്റെ മേശ ഉള്ള സമയത്ത് ആ സമയത്ത് ശിഷ്യന്മാരോടൊപ്പം പത്രോസും ആ ഭവനത്തിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പത്രോസ് നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു പരിചയമുണ്ട്. അങ്ങനെയുള്ളപ്പം ഈ പത്രോസ് രൂപാന്തരം പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് അവിടെ ഒരു പ്രസംഗം നടത്തി 3000 പേര് അവിടെ രക്ഷിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആരാണ് വിറ്റ്നസ് ചെയ്തത്? മർക്കോസ് അത് ഓൾറെഡി അറിയാം. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഈ പത്രോസിൻ്റെ കൂടെ വേലയ്ക്ക് പോയപ്പോൾ പത്രോസിൻ്റെ അനുഭവങ്ങൾ അത് അവിടെ ടെസ്റ്റിമണിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവിനോട് കൂടെ ചിലവഴിച്ച സമയങ്ങൾ, ആ ചെയ്ത കാര്യങ്ങൾ, സംഭവങ്ങളെല്ലാം വിവരിച്ച് ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും ഒക്കെ ഇടയായി. ആമേൻ. ഇത് മാത്രമല്ല, പത്രോസ് എന്തുവാണ് ഒരു ബോൾഡായിട്ട് പ്രസംഗിക്കുവാൻ, ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുവാനുള്ള ആ ഒരു ധൈര്യം പത്രോസിനുണ്ട്. പത്രോസ് പോകുന്നിടത്തെല്ലാം യേശു കർത്താവിനോട് കൂടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും, യേശു കർത്താവ് പറഞ്ഞ ഉപകരണങ്ങളും ചെയ്ത കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം വിവരണങ്ങൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് മാത്രം ദൈവമാണെന്നും ഞാൻ അദ്ദേഹത്തെ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് കണ്ടെന്നും ഇതെല്ലാ കാര്യങ്ങളും സാക്ഷ്യമായിട്ട് അവിടെ ഉറപ്പോടെ നല്ല ധൈര്യത്തോടെ ഒരു പേടിയുമില്ലാതെ, എൻ്റെ തല വെട്ടിപ്പോയാലും ഇത് പറയുന്നതുകൊണ്ട് എന്നെ ചിലപ്പോൾ കൊന്നേക്കാം എന്നാൽ പോലും ഒരു ഭയമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. സഭ അവിടെ സ്ഥാപിച്ചുകൊണ്ടിരുന്നു, സഭയെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തുവാണ്? ഈ മർക്കോസ് ഇതെല്ലാം കണ്ട് ഇതെല്ലാം പഠിക്കുവാണ്. ഒരു മെൻറ്ററിൻ്റെ അടിയിൽ ഒരു അതിനിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ മർക്കോസിന് സ്വയമായിട്ടൊരു എക്സ്പീരിയൻസ് അദ്ദേഹം യേശു കർത്താവിനോട് ഇല്ല അല്ലേ. എന്നാൽ ബാക്കി ആൾക്കാർക്ക്, ശിഷ്യന്മാർക്കാകട്ടെ, പത്രോസിനാകട്ടെ, ബർന്നബാസിനാകട്ടെ, പൗലോസിനാകട്ടെ, ഇവർക്കൊക്കെ ദൈവമായിട്ട് കർത്താവ് യേശു ക്രിസ്തുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മർക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടൊരു ബന്ധമില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമുക്ക് കണ്ടു, അതുകൊണ്ട് അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ വീണ്ടും ആ ഒരു സെറ്റ് ബാക്ക്, ആ ഒരു റിജക്ഷൻ നേരിടേണ്ടി വന്നപ്പോൾ ആ റിജക്ഷൻ്റെ ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ഈ യാത്രയ്ക്ക് പോകുമ്പോൾ, ഈ മിഷണറി വർക്കിന് പോകുമ്പോൾ ഈ പത്രോസിൻ്റെ കാര്യങ്ങൾ കേട്ട് പത്രോസിനെ ഒരു അത്ഭുതമായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കി. പത്രോസിൽ വന്ന ഈ ട്രാൻസ്ഫോർമേഷൻ അത് ചുമ്മാ നടക്കത്തില്ല, അതിലെന്തോ കാര്യമുണ്ടല്ലേ. അതിൻ്റെ പവർ ഈ മർക്കോസ് ഏറ്റെടുത്തു. മർക്കോസ് അദ്ദേഹത്തെ ഒരു മെൻറ്ററായിട്ട് കണ്ടു. അത് മാത്രമല്ല, മർക്കോസും ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? തൻ്റെ ഹൃദയം പങ്കുവെച്ചു. ആമേൻ, ഹല്ലേലൂയ. പത്രോസ് എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങൾ, നമ്മുടെ ബൈബിളൊന്നും ചില വായിച്ചു കാണത്തില്ല, അത്രയും കാര്യങ്ങൾ പോലും അവിടെ തൻ്റെ ഹൃദയത്തിലെ വിഷമങ്ങളായിരിക്കും ചിലപ്പം, അതെല്ലാം എന്ത് ചെയ്തു? മർക്കോസിനോട് പങ്കുവെച്ചു. അന്നേരം മർക്കോസും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, വിഷമങ്ങൾ ഓർത്തുകയാണ്. ഈ കാര്യങ്ങൾ, റിജക്ഷനും കാര്യങ്ങളും എല്ലാം ഓർത്തു, അത് പങ്കുവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹൃദയങ്ങൾ പങ്കുവെച്ചു. ഓക്കെ, ഇത്ര നമുക്ക് മനസ്സിലായല്ലോ, അവിടെ നിൽക്കുന്നില്ല. എന്നാൽ ഈ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എവിഡൻസ് ആയിട്ട് നമുക്ക് ഉണ്ട്. ഹിസ്റ്റോറിയൻസിൻ്റെ എവിഡൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് വാസ് എ ഇൻ്റർപ്രറ്റർ ഓഫ് മാർക്ക് വാസ് ഇൻ്റർപ്രറ്റർ ഓഫ് പീറ്റർ ഇൻ റോം. അങ്ങനെ നമുക്ക് ഹിസ്റ്റോറിയൻസ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ചിലപ്പം ട്രാൻസ്ലേറ്റർ ആയിരിക്കും, ചിലപ്പം റെക്കോർഡർ ആയിരിക്കും. കാര്യങ്ങളെല്ലാം പറയുന്നതൊക്കെ എഴുതുന്ന, റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിയുമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ കൂടെ പോകുമായിരുന്നു ഈ മിഷൻ വർക്കിന് വേണ്ടി. ഈ പ്രസംഗങ്ങൾ, ഈ ടീച്ചിങ്സ്, ഇതെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും, അവർക്കറിയാവുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും, അത് മാത്രമല്ല ചിലപ്പം പകർത്തി എഴുതുവാനും ഒക്കെയുള്ള കാര്യം ചെയ്യുവാനും വേണ്ടിയാണ് ഈ മർക്കോസ് അവിടെ പോയത്. ഈ ഇതിൻ്റെ തെളിവുകൾ നമുക്ക് ഹിസ്റ്റോറിയൻസിൻ്റെ കാരണത്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലായി. ഇപ്പം ഈ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ വായിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്, പത്രോസ് പറഞ്ഞ കാര്യങ്ങളാണ് മർക്കോസ് ഇവിടെ
അത് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സ്തോത്രം. അത് മാത്രമല്ല, അതിൻ്റെ ചില എവിഡൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ ഈ സുവിശേഷമാണ് ഏറ്റവും ചെറിയ സുവിശേഷം, അല്ലേ? വളരെ ചുരുക്കം അധ്യായങ്ങളേ ഉള്ളൂ. ഈ ഇവൻറ്റ്സ് എല്ലാം, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എല്ലാം വേഗത്തിൽ ഇത് നടന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് ആൻഡ് ദെൻ ദിസ് ആൻഡ് ദെൻ അങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് പോവുക. അതിൻ്റെ അർത്ഥം ആരോ പറഞ്ഞ പ്രസംഗം ഓർത്ത് വെച്ചുകൊണ്ട് കോപ്പി ചെയ്യുക, അല്ലേ? നമുക്ക് ഇത് വായിച്ചാൽ ഇതിൻ്റെ ടോൺ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് സാധിക്കും. ഇത് ആരോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അതിങ്ങനെ നടന്നു, പിന്നെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം എഴുതി വന്ന ഒരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, പത്രോസിനെ കുറിച്ച് ഉള്ള കുറച്ച് പ്രത്യേക വിവരണങ്ങൾ ഇതിനകത്ത് നമുക്ക് മർക്കോസിൻ്റെ ലേഖനത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പത്രോസിന് മാത്രമേ അറിയത്തുള്ളായിരിക്കും. പത്രോസ് പറഞ്ഞാലേ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ. അങ്ങനത്തെ കാര്യമാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ചില കാര്യങ്ങളാണ് എടുക്കുന്ന വേഗത്തിൽ നമുക്ക് നോക്കാം. പത്രോസിൻ്റെ വീടിനെക്കുറിച്ച് ഈ മർക്കോസിൻ്റെ ലേഖനത്തിലെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ളൂ. മർക്കോസിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് അവിടെ കാണാമല്ലോ. അമ്മായിയമ്മ അസുഖമായിരുന്നു, അവിടെ യേശു കർത്താവ് സൗഖ്യമാക്കി. ഉടനെ സൗഖ്യമായപ്പോഴേ എന്ത് ചെയ്തു? പോയി അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം പത്രോസിൻ്റെ വീടിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പത്രോസ് ഒരു യേശു കർത്താവിൻ്റെ ഇന്നർ സർക്കിളിലുള്ളൊരു വ്യക്തിയായിരുന്നെന്ന് ഉള്ള കാര്യം ഇവിടെ വീണ്ടും 2-3 സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തുവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു, അല്ലേ? 12 ശിഷ്യന്മാർ മാത്രമല്ല, അതിലും വേറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അതിനായിട്ട് കർത്താവ് യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത് തൻ്റെ കൂടെ എപ്പോഴും കൊണ്ട് നടക്കുന്ന 12 ശിഷ്യന്മാരാണ് നമ്മളെ ശിഷ്യന്മാരെന്ന് പറയുന്നത്, അല്ലേ? ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്. അന്നേരം ഈ 12 ശിഷ്യന്മാരിനകത്തിലും ഒരു 3 ശിഷ്യന്മാർ പ്രത്യേക കോർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും യേശു കർത്താവിൻ്റെ കൂടി കൊണ്ടുവന്ന ഒരു കോർ ഗ്രൂപ്പിൽ ഉള്ള 3 ശിഷ്യന്മാരാണ്. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഓക്കെ, അന്നേരം ഇവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ, ഇവർ 3 പേരും കൂടെ ബാക്കി ശിഷ്യന്മാരെ വിട്ടിട്ട് യേശു കർത്താവിൻ്റെ കൂടെ പോയി അവിടെ ചെയ്ത കാര്യങ്ങൾ, അവർ കണ്ട കാര്യങ്ങൾ ഒക്കെ വിവരിക്കുന്ന എവിടെയാണ്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അന്നേരം അതിൻ്റെ അർത്ഥം പത്രോസ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ വ്യക്തിയാണ്. പത്രോസിൻ്റെ വഴിന്ന് ഒന്നിൽ യോഹന്നാൻ അല്ലെങ്കിൽ പത്രോസ് അല്ലെങ്കിൽ യാക്കോബ്, ഇവർ 3-ൽ നിന്നേ ഈ മർക്കോസിന് അറിയാൻ സാധ്യതയുള്ളൂ. അത് നമുക്കറിയാം, പത്രോസിൻ്റെ കൂടെ മർക്കോസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇത് പത്രോസിൽ നിന്ന് കഴിയുന്നതാണ് പ്രാപിച്ചത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാമല്ലോ സാധിക്കും. യായിറോസിൻ്റെ മകളുടെ അവിടെ ഉയർപ്പെഴുന്നേൽപ്പ്. ഓക്കെ, നമുക്കിതൊരു വേഗത്തിലൊരു വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9:5-6. മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 5 and 6. മതി. സ്തോത്രം. അന്നേരം ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത് എന്തുവാണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ. മലയാളത്തിൽ എന്തുവാ പറയുന്നതിന്? രൂപാന്തരണം. എന്തോ മലയാളത്തിൽ എഴുതുന്നത്? രൂപാന്തരണം, അല്ലേ? അന്നേരം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 2ാമത്തെ വാക്യത്തോട് വായിച്ചു ഒന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഈ കോർ ഗ്രൂപ്പിനെ കൊണ്ട് ഉയർന്ന മലയിൽ കൊണ്ടുപോയി. ഓക്കെ, അന്നേരം അവരുടെ മുൻപാകെയാണ് കർത്താവ് യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടത്. ഓക്കെ, അന്നേരം എന്തുവാ സംഭവിച്ചേ? ഓക്കെ, അന്നേരം ഏലിയാവും മോശയും അവിടെ കടന്നു വരുന്നതെല്ലാം അവിടെ കണ്ടു. ഇതാരാണ്? കോർ ഗ്രൂപ്പിൽ പോയ മറ്റാരും ഇത് കാര്യം കണ്ടിട്ടില്ല, അല്ലേ? യേശു കർത്താവിൻ്റെ കൂടെ പോയി ഈ കോർ ഗ്രൂപ്പിലുള്ള പത്രോസും യാക്കോബും യോഹന്നാനേ ഉള്ളൂ. അന്നേരം ഇവർ പത്രോസ് എന്തോ പറയുന്നത്, ഈ കാര്യം സംഭവിച്ചു, ഇത് കർത്താവിൻ്റെ മുഖം അപ്രകാരം വെളുത്ത ശോഭ ആയിത്തീർന്നു, അല്ലേ? പിന്നെന്തുവാണ്? താൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം ഈ വിവരണം ഇവിടെ എഴുതുമ്പോൾ ഇതിനകത്തൊരു ചെറിയ ക്ലൂ നമുക്ക് കാണാൻ സാധിക്കും. താൻ എന്ത് എഴുതണം, എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേരം ഈ എഴുത്തുകാരൻ, ഈ വിവരണം എഴുതുന്ന ആൾ പറയുവാണ്,
ആരാ പറയുന്നത്? പത്രോസ് എന്തോ പറയണമെന്ന് അറിയാത്തതുകൊണ്ട് പറയുവാണ് നമുക്കിവിടെ ഒരു കൂടിൽ വെച്ച് അങ്ങ് ഇരിക്കാമെന്ന്. അന്നേരം ഇത് എഴുതുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിച്ചാൽ എന്തുവാണ്? ഇതിപ്പോൾ പത്രോസ് മർക്കോസിൻ്റെ ഈ ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ അസ്യൂം ചെയ്തോ. അസ്യൂം ചെയ്യാൻ പറയണത് എന്തുവാണ്? അയ്യോ മോനെ അറിയാമോ, ഞങ്ങളും കർത്താവും യേശുവിൻ്റെ കൂടെ പോയപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഇവിടെ മോശയും ഏലിയാവും ഇവിടെ വന്നു, ഞങ്ങൾ ഒന്നും കണ്ട് ഞങ്ങൾക്ക് അത്ഭുതപ്പെടുന്നു. മോനെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്തുവാ, ഞങ്ങൾ എന്തോ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ കൂടി ആയിരിക്കും പത്രോസ് ഈ കാര്യം മർക്കോസിനോട് പറയുന്നത്. അതേ എക്സ്പ്രഷനോടാണ് മർക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുവാണ്? എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ. ആ ഒരു വാക്ക് അവിടെ എഴുതേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ എന്നുള്ള കാര്യം ബൈബിളിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നമ്മൾ ആ വെർബലി ആ പറയുമ്പം ആ എക്സ്പ്രഷൻ, ആ അത്ഭുതം, ആ കൗതുകം തോന്നുന്ന ആ പത്രോസിൻ്റെ എക്സ്പ്രഷൻ അവിടെ ഉണ്ട്. അതേ കാര്യം അതുപോലെ തന്നെ ഇവിടെ എന്തുവാണ്? മർക്കോസ് അവിടെ രേഖപ്പെടുത്തുവാണ്. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെച്ചാൽ മർക്കോസ് ഇത് എഴുതുന്നത് പത്രോസിൽ നിന്ന് പ്രാപിച്ച് പത്രോസിൻ്റെ ഒരു എക്സ്പീരിയൻസസ് എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി വേഗത്തിൽ നമുക്ക് വായിക്കാം. നമുക്ക് കർത്താവിൻ്റെ പത്രോസിൻ്റെ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞ കാര്യം അറിയാമല്ലോ. മാർക്ക് ചാപ്റ്റർ 14 അതിൻ്റെ 66 പത്രോസിൻ്റെ മർക്കോസിൻ്റെ 14:66 തൊട്ടൊന്ന് വായിച്ച്. തള്ളി പറഞ്ഞു. ഓക്കെ, അതെ. കരഞ്ഞു. മതി, അത് അത്രയും മതി. എന്നിട്ട് ഇവിടെ ഈ ഒരു കാര്യം, ഇത് പത്രോസ് തള്ളി പറഞ്ഞ കാര്യം മറ്റു സുവിശേഷങ്ങളിലും ഉണ്ട് അല്ലേ? പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ പത്രോസിൻ്റെ എക്സ്പീരിയൻസ്, ഒന്നാമത്തെ കാര്യം അവിടെ ഒരു വേലക്കാരി സ്ത്രീ വന്ന് പത്രോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ കാര്യം മറ്റെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പത്രോസ് എന്തുവാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ ശപിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ശപിക്കുകയും പ്രാകുകയും ചെയ്തു. എന്നിട്ട് ആണയിട്ടു എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ആണയിടുക എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞാൽ സ്വെയർ ചെയ്തു. അമ്മയാണ് സത്യം, ആണയിടത്തില്ല, അമ്മയാണ് സത്യം, അല്ലെങ്കിൽ അപ്പനാണ് സത്യം, ഞാൻ ആണയിട്ട് പറയുക, ഞാൻ ഇയാളെ അറിയത്തില്ല. അവിടെ ആണയിടാൻ പോലും ഇടയാകി പത്രോസ്. അന്നേരം ഇതൊരു വലിയ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. തൻ്റെ ഹൃദയത്തിലെ ഭയങ്കര ഒരു വേദനയുണ്ട്. ആരുടെയാണ്? പത്രോസിൻ്റെ. കർത്താവായ യേശുക്രിസ്തു എന്നെ കൊന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞാണ് പത്രോസ് കുറേ വാക്യങ്ങൾ മുൻപാകെ നമുക്ക് വായിക്കുവാൻ കാണും സാധിക്കും. പറഞ്ഞത് എന്നെ കൊന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ അവിടെ സംഭവിച്ചു, അവിടെ പറയേണ്ടി വന്നു. അത് പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടമാണ് അല്ലേ? ആ സങ്കടം പറയുമ്പോൾ അതിൻ്റെ വിവരണം, ഞാൻ കർത്താവിനെ ആണയിട്ടു, കർത്താവിനെ ഞാൻ പ്രാഗി എന്നുള്ള ആ ഒരു വിഷമം പത്രോസ് അവിടെ മനസ്സ് പങ്കുവച്ച് മർക്കോസിനോട് പറഞ്ഞു. അതാണ് മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് പത്രോസിൽ നിന്ന് വന്ന കാര്യങ്ങൾ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. സോ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്കിപ്പോൾ മനസ്സിലായി, മർക്കോസ് ഈ കാര്യങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ഇത്രയും ആ ഒരു ഡിസൈപ്പിൾഷിപ്പിൽ, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ, എൻ്റെ നാമത്തിൽ ശിഷ്യരാക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് തൻ്റെ ഒരു യേശു കർത്താവിൻ്റെ നാമത്തിൽ ശിഷ്യനാക്കി ഡിസൈപ്പിൾഷിപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് മർക്കോസ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹത്തെ മെൻറ്റർ ചെയ്യുകയും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത കാര്യമാണ്. നമുക്ക് ഇത് വേഗത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ന് ഇതൊന്നും സംഭവിക്കത്തില്ല, നമുക്ക് അതിവേഗം തീർക്കണം. ഇന്ന് നമ്മൾ ഒരു കാര്യമേ ചിന്തിച്ചുള്ളൂ. സോ നെക്സ്റ്റ് ടൈം വി വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിച്ച എന്തുവാണ് കാര്യം? മർക്കോസിൻ്റെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കുവാൻ വേണ്ടി മർക്കോസിന് സഹായിച്ചത് ഒരു മെൻറ്റർഷിപ്പാണ്. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ ഫാദർ എന്ന നിലയിൽ നിന്ന് പത്രോസ് അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് കാണിച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും എന്തുവാണ്? നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ പല സെറ്റ് ബാക്സ് നമുക്ക് കാണും, ചിലപ്പം പല റിജക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ കാണും. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ കർത്താവിൻ്റെ ആ
കറക്റ്റായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഇതപ്രകാരമുള്ള രൂപാന്തരം നമ്മൾ പ്രാപിക്കണമെങ്കിൽ എന്തുവാണ്? നമുക്കൊരു മെൻറ്റർഷിപ്പ് വേണം. നമ്മളെ അത് ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ ലീഡ് ചെയ്യുവാൻ ഒരു മെൻറ്റർ നമുക്ക് വേണം. അതാണ് എപ്പോഴും പറയുന്നത് അല്ലേ, നമുക്കൊരു മെൻറ്റർ വേണം നമ്മൾ പറയത്തില്ലേ. നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരിക്കട്ടെ നമുക്കൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകണം, ഒരു ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കണം, അത് മുന്നോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആവശ്യം ഉണ്ടെങ്കിൽ എന്തുവാണ്? നമുക്കൊരു മെൻറ്ററിന് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കോച്ചിൻ്റെ ആവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി പുതിയ ചെയ്യാൻ പോവുകയാണ്, അത് നമുക്കൊരു കോച്ച് നമുക്ക് വേണം, നമുക്ക് പഠിക്കണം അല്ലേ. നമുക്ക് എന്തോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകണം. ഈ ഒരു സംഭവത്തിൽ നമുക്ക് അതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പിലേക്ക് അതിന് അധീനതയിൽ വന്ന് അതിൻ്റെ സബ്മിറ്റ് ചെയ്ത് തന്നെത്താനെ സബ്മിറ്റ് ചെയ്ത് ആ ലീഡർഷിപ്പിനെ സബ്മിഷനോടുകൂടി ഫോളോ ചെയ്താൽ അതിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്തുവാണ്? നമ്മളൊരു രൂപാന്തരം പ്രാപിക്കാൻ വേണ്ടിയാകും. ആമേൻ. നമ്മുടെ മീതെ വെച്ചിരിക്കുന്ന ദൈവദാസന്മാരായിരിക്കും, നമ്മുടെ മീതെ വെച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും, നമ്മുടെ ചിലപ്പം ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ ഉദ്യോഗസ്ഥരായിരിക്കും. അവരെയൊക്കെ എന്തുവാണ് നമ്മൾ മാനിക്കണം, അവരൊക്കെ സബോർഡിനേഷൻ നമ്മൾ കാണിക്കണം എന്നൊക്കെയാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ അർത്ഥം അങ്ങനെ വെച്ചാൽ ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. എന്നാൽ സബ്മിഷനോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാൻ ഇടയാകും. ആമേൻ. തുടർന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വീണ്ടും കർത്താവെ ദർശനത്തിലേക്ക് കടന്നു വരുന്നു. നൽകിയ വചനങ്ങൾക്കായ സ്തോത്രം. ഈ സ്റ്റഡി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാൻ നൽകിയ കൃപയ്ക്കായ സ്തോത്രം. മർക്കോസിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവെ വീണ്ടും അടിയങ്ങൾ പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ അടിയങ്ങളെ ഇടയാക്കിയല്ലോ കർത്താവെ. ആ മർക്കോസ് എന്ന വ്യക്തിത്വം ആരായിരുന്നു കർത്താവെ എന്ന് ഞങ്ങൾ അത് കണ്ടുപിടിക്കുവാൻ, ഞങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവെ. ആ മർക്കോസിൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരത്തിൻ്റെ കാരണങ്ങൾ എന്തുവായിരുന്നു കർത്താവെ എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രൂപാന്തരണം അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവെ, ഹല്ലേലൂയ, തക്കവണ്ണം ഉള്ള ശക്തി കർത്താവെ, ആ റിസറക്ഷൻ പവർ ഇന്നും കർത്താവ് വ്യാപരിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ആ കർത്താവ് മാനസാന്തരം, ആ കർത്താവ് ശക്തി, ദൈവിക ആത്മശക്തി ഞങ്ങൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നേരിടുവാൻ കർത്താവെ, ഏറ്റെടുക്കുവാൻ, അത് മനസ്സിലാക്കുവാനുള്ള കൃപ അടിയങ്ങൾ നൽകണമേ. ഈ സ്റ്റഡി ഞങ്ങൾ തുടരുമ്പോൾ അടിയങ്ങൾ ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ഹിൻഡ്രൻസും ഇല്ലാതെ കർത്താവെ അത് അടിയങ്ങൾ സ്റ്റഡി ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ, ഞങ്ങളെ സഹായിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മത്തിൽ സമർപ്പിക്കുന്നു. ഈ വചനങ്ങൾക്ക് സ്തോത്രം, സകലമാന മഹത്വം അംഗീകരിക്കും സകല യേശുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തുടർന്ന് നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കാമല്ലോ. പ്രത്യാശയോട് ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തൻ്റെ പ്രിയജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ച് നാം ഒരുങ്ങിടുക. ആമേൻ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നാം അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതി ജയം അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി, ആമേൻ. കാന്തൻ വരാറായി
നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയ നമുക്ക് അവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. കാഹളം നാം കേട്ടിടാൻ കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കേട്ടിടാൻ കാന്തൻ വരാറായി, നാമും പോകാറായി. ആമേൻ. കാന്തൻ ഓ നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി, നാമും പോകാറായി. കാന്തൻ വരാറായി, നാമും പോകാറായി. ഓ കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി, നാമും പോകാറായി. ഓ കാന്തൻ വരാറായി, ഓ നാമും പോകാറായി. ഓ കാന്തൻ വരാറായി, ഓ നാമും പോകാറായി. ഓ കാന്തൻ വരാറായി, നാമും പോകാറായി. ഓ കാന്തൻ വരാറായി, നാമും പോകാറായി. കാന്തൻ വരാറായി, ഓ നാമും പോകാറായി. ഓ ഹല്ലേലൂയ. കാലമേറെ ഇല്ലല്ലോ, കാഹളങ്ങൾ ധ്വനികൾ കേൾക്കുവാൻ. ഹല്ലേലൂയ. ഓ കർത്താവ് വേഗം വരുമെന്ന് പറഞ്ഞ ഉറപ്പോടെ നമുക്ക് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ കാന്തൻ വേഗം വരുമെന്നുള്ള ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം വീണ്ടും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഓരോരുത്തരും അങ്ങയുടെ കൃപയിൽ പൊതിയണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഇന്നത്തെ ആരാധനയ്ക്കായ സ്തോത്രം, ഇന്നത്തെ കൂട്ടായ്മയ്ക്കായ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഇങ്ങനെ സ്തുതിക്കുവാനും ആരാധിക്കാൻ നൽകിയ അവസരത്തിനായ സ്തോത്രം. കർത്താവെ നൽകിയ സങ്കീർത്തനത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദാവീദിന്റെ ആ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് കർത്താവെ ഞങ്ങൾ അത് ഏറ്റെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഈ കൂട്ടായ്മയ്ക്കായി നന്ദി. കർത്താവെ പട്ടണത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന കർത്താവെ ചില വേലകൾ ഞങ്ങൾ ചെയ്യുവാൻ കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ, അനേകർ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ മുഖാന്തരം അങ്ങയുടെ നാം മഹത്വപ്പെടുമാറാകട്ടെ, അനേകർ അങ്ങേ അറിയുവാൻ ഇടയാകട്ടെ. സുവിശേഷ എന്തി കർത്താവ് ഞങ്ങൾ പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പാടിയ പോലെ കാലമേറെ ഇല്ലല്ലോ, കാന്തന് വരുവാൻ താമസമില്ലല്ലോ കർത്താവെ. അതിന് മുൻപാകെ കർത്താവ് വേലകൾ ചെയ്തെടുക്കുവാൻ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെ വീണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും തിരുക്കൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം വീണ്ടും തിരുസന്നിധിയിലേക്ക് വെക്കുന്ന കർത്താവെ, ഞങ്ങൾ മധ്യസ്ഥ വെക്കുന്ന കർത്താവ്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ മറുപടികൾ കേൾക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒക്കെ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് നെയ്സിൻ്റെ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പിരിയുമ്പോൾ പിരാത്ത സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. ഒരാഴ്ചക്കാലം ജീവിക്കുവാൻ ആവശ്യമാകുന്ന എല്ലാ കൃപകളും ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വരവിൽ താമസമുണ്ടെങ്കിൽ കർത്താവെ, വീണ്ടും ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങ് സ്തുതിക്കുവാനും അങ്ങ് നല്ല ചെയ്ത് വീണ്ടും പറയുവാൻ തക്കവാണ് ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ. ആ സാന്നിധ്യത്താൽ ഞങ്ങളെ അയക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾ ഈ ആഴ്ചക്കാലം അങ്ങ് സഹായിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കും കർത്താവെ. പ്രത്യേകം ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര വഴിപാടിനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കരം നീട്ടിയ എല്ലാവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ കർത്താവെ. സഭയിൽ കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ എടുത്തുപയോഗിക്കുവാൻ, അങ്ങയുടെ രാജ്യത്തിന് കെട്ടുപണിക്ക് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥന യാചനകളെല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടൊപ്പം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലെ ഇന്ന് എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കരങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ.